വാർത്തകളിലേക്ക്. കുറിച്ചി പഞ്ചായത്തിലെ ചില പാടശേഖരങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ് 8 ദിവസമായിട്ടും നെല്ല് സംഭരണം നടന്നിട്ടില്ല. മില്ലുകാർ 6 കിലോ കിഴിവ് ചോദിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. റോഡ് ഉപരോധം ഉൾപ്പെടെ നടത്തി കർഷകർ ശക്തമായ സമരത്തിൽ. കുറിച്ചി പഞ്ചായത്തിലെ കാരിക്കുഴി, കക്കുഴി, പാലച്ചാൽ എന്നീ പാടശേഖരങ്ങളിലെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 8 ദിവസങ്ങൾ പിന്നിട്ടു. എന്നാൽ നെല്ല് സംഭരണം നടന്നിട്ടില്ല. ഇതുമൂലം 23 ഏക്കറിൽ കൃഷി ചെയ്ത 13 കർഷകരാണ് ദുരിതത്തിലായിരിക്കുന്നത്. മില്ലുകാർ 6 കിലോ കിഴിവ് ചോദിക്കുന്നു എന്നതാണ് കർഷകരുടെ പരാതി. ഈ സാഹചര്യത്തിലാണ് കർഷകർ മുട്ടത്തുകടവ് റോഡ് ഉപരോധിച്ച് സമരം നടത്തിയത്. ഉപരോധ സമരം നെൽകർഷക സംരക്ഷണ സമിതി രക്ഷാധികാരി വിജയലാലി ഉദ്ഘാടനം ചെയ്തു. 6 കിലോ കിഴിവ് ചോദിക്കുകയാണ്. നിങ്ങൾ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കുട്ടനാടൻ മേഖലയിലുള്ള ആളുകളായിരിക്കും. ഇത് 6 കിലോ കിഴിവ് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 100 കിലോ വിറ്റാൽ 6 കിലോ ഫ്രീ ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള നയസമീപനം സ്വീകരിക്കുന്നതിനെതിരെയാണ് ഞങ്ങൾ ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ 7 ദിവസക്കാലമായി നിവേദനങ്ങൾ പലതായി കൊടുത്തു. ആദ്യം ഒരു മില്ല് ഇതെടുക്കാനായി ചുമതലപ്പെടുത്തി. ആ മില്ലുകാരൻ വന്ന് അതിലെ അങ്ങ് തിരിച്ചുപോയി. വീണ്ടും ഒരു മില്ല് അലോട്ട് ചെയ്യുവാൻ ഗവൺമെന്റ് ഇതുവരെ തയ്യാറാവാത്ത സാഹചര്യം ഉണ്ടാകുന്നു. കേരളത്തിൽ കുട്ടനാട്ടിൽ വന്നു നിന്നുകൊണ്ട് കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും നെൽകർഷകരെ സംരക്ഷിക്കുവാൻ കൃഷിമന്ത്രിയും സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും അവിടെ യോഗം വിളിച്ചുകൂട്ടി പറഞ്ഞു, നെല്ല് കൊയ്താൽ 10 ദിവസത്തിനകം വില വരുന്ന സംവിധാനം ഉണ്ടാക്കും, സംഭരിച്ച് 10 ദിവസത്തിനകം നിങ്ങളുടെ വില തരുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ സംഭരിക്കാൻ പോലും തയ്യാറാവുന്നില്ല, സംഭരണം പോലും നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ പാവപ്പെട്ട കർഷകർ ഇത്തരം ഒരു നയസമീപനവുമായി സ്വീകരിക്കു പോകുന്നത് ഈ റോഡ് ഉപരോധം അടക്കമുള്ള ഞങ്ങൾ വേറെ സമരങ്ങൾ നടത്തി, ഈ നെൽക്കൂനയിൽ ഇരുന്നു കൊണ്ടുള്ള സമരങ്ങൾ നടത്തി. അതൊന്നും അധികൃതരുടെ കണ്ണുകൾ തുറക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരം ഒരു സമരവുമായി ഞങ്ങളെ രംഗത്ത് വന്നിരിക്കുന്നത്. സംഭരണം കഴിഞ്ഞ് 10 ദിവസത്തിനുള്ളിൽ കർഷകർക്ക് പണം നൽകുമെന്ന് അധികാരികൾ പറഞ്ഞതാണ്. എന്നാൽ കൊയ്ത്ത് കഴിഞ്ഞ് 8 ദിവസമായിട്ടും സംഭരണം പോലും നടത്താത്തത് ഏറെ പ്രതിഷേധാർഹമാണെന്ന് വിജയലാലി പറഞ്ഞു. തുടർച്ചയായി വൈകുന്നേരങ്ങളിൽ മഴ പെയ്യുമ്പോൾ റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന നെല്ല് നനയാതെ സംരക്ഷിച്ചെടുക്കുവാൻ ഇവിടെ കർഷകർ വളരെ പ്രയാസപ്പെടുകയാണെന്ന് അധികാരികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പാടശേഖര സമിതി സെക്രട്ടറി പാസ്റ്റർ രാജൻ സാമുവേൽ, CV രാജപ്പൻ, അഭിഷേക് ബിജു, EJ ജോൺ, ET ഐപ്പ്, ബാബു ഉഷ മന്ദിരം എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആലപ്പുഴ കളക്ടറേറ്റിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ AROമാർക്ക് കൈമാറി. കളക്ടർ അലക്സ് വർഗീസ് വിതരണ കർമ്മം നിർവഹിച്ചു. കളക്ടറേറ്റിൽ EVM മെഷീനുകളുടെ വിതരണം ശനിയാഴ്ച രാവിലെ 7:30 ആരംഭിച്ചു. റാൻഡമൈസേഷൻ പൂർത്തിയാക്കിയ EVMകളാണ് കളക്ടറേറ്റിൽ നിന്ന് AROമാർക്ക് കൈമാറിയത്. വിതരണം ചെയ്തപ്പോൾ തന്നെ AROമാർ EMS സോഫ്റ്റ്വെയറിൽ സ്റ്റോക്ക് ടേക്കിംഗിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് വിതരണ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമുകളിലേക്ക് മെഷീനുകൾ കൊണ്ടുപോയത്. ബാലറ്റ് പേപ്പർ സെറ്റ് ചെയ്യുന്ന EVM കമ്മീഷനിംഗ് പ്രക്രിയയിൽ ഇത്തരത്തിൽ വിതരണം ചെയ്ത EVMകൾ ഉപയോഗിക്കും. ഇതേ EVMകളാണ് പോളിംഗ് ബൂത്തിൽ എത്തിക്കുകയും ചെയ്യുന്നത്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചെലവിന്റെ ആദ്യഘട്ട പരിശോധന പൂർത്തിയായി. ഏപ്രിൽ 11 വരെയുള്ള ചെലവ് കണക്കാണ് പരിശോധിച്ചത്. ചെലവ് നിരീക്ഷകൻ വിനോദ് കുമാർ, തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷണ വിഭാഗം നോഡൽ ഓഫീസർ SR അനിൽകുമാർ, അസിസ്റ്റന്റ് എക്സ്പെൻഡിച്ചർ ഒബ്സർവർ M ജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കളക്ടറേറ്റ് വിഭജിക കോൺഫറൻസ് ഹാളിൽ പരിശോധന. മതിയായ ചെലവ് രേഖകൾ ഹാജരാക്കാത്തതിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ P ചന്ദ്രബോസിന് നോട്ടീസ് നൽകി. ബന്ധപ്പെട്ട രേഖകളും രജിസ്റ്ററുകളും പരിശോധിച്ചാണ് ചെലവ് നിർണ്ണയിക്കുന്നത്. 95 ലക്ഷം രൂപയാണ് ഒരു സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പിനായി പരമാവധി ചെലവഴിക്കാവുന്നത്. രണ്ടാം ഘട്ട പരിശോധന ഏപ്രിൽ 18-നും 3-ം ഘട്ടം ഏപ്രിൽ 23-നും നടക്കും. ആലപ്പുഴ, മാവേലിക്കര മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വരവ് ചെലവ് കണക്കുകൾ ചെലവ് നിരീക്ഷകർ ഏപ്രിൽ 15, 19, 25 തീയതികളിൽ രാവിലെ 10:30 ആലപ്പുഴ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പരിശോധിക്കും. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ സാധാരണക്കാരെ സംബന്ധിച്ച് നിർണായകമാണെന്ന് SUCI കമ്മ്യൂണിസ്റ്റ് സംസ്ഥാന കമ്മിറ്റി അംഗം മിനി K ഫിലിപ്പ്. കർഷകരെ മറന്ന് കുത്തകകളെ വാനോളമുയർത്തിയ കേന്ദ്ര സർക്കാരിനും അർഹതപ്പെട്ട നെൽവില നൽകാത്ത സംസ്ഥാന സർക്കാരിനും കർഷകരടക്കമുള്ള സാധാരണക്കാരോട് വോട്ട് ചോദിക്കാൻ ധാർമ്മിക അവകാശമില്ലെന്നും മിനി K ഫിലിപ്പ് പറഞ്ഞു. മാവേലിക്കര ലോക്സഭാ മണ്ഡലം SUCI കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി K ബിമൽജിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പാർട്ടി കുട്ടനാട് നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥയിൽ പങ്കെടുത്ത് മങ്കൊമ്പിൽ സംസാരിക്കുകയായിരുന്നു മിനി K ഫിലിപ്പ്. പെട്രോളിനും പാചകവാതകത്തിനും വില വർദ്ധിപ്പിച്ച് സാധാരണക്കാരുടെ ജീവിതം താളം തെറ്റിച്ചവരാണ് 3-ാം ഊഴത്തിനായി വോട്ട് ചോദിക്കുന്നതെന്നും മിനി K ഫിലിപ്പ് പരിഹസിച്ചു. ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്.
ഇവിടെ മൂന്നാം ഊഴത്തിന് വേണ്ടിയിട്ടാണ് ശ്രീമാൻ നരേന്ദ്രമോദിയും സംഘവും പരിശ്രമിക്കുന്നത്. 2014 അധികാരത്തിലേറി 2 ടേം പൂർത്തിയാക്കി മൂന്നാം ഊഴത്തിന് വേണ്ടി ഉള്ള പരിശ്രമത്തിനിടയിൽ നമ്മൾ കാണുന്നുണ്ട് എല്ലാ ജനാധിപത്യ അവകാശങ്ങളും ധ്വംസിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷം അധികാരത്തിലിരുന്ന് കുത്തകകളെ വാനോളം ഉയർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള നയ നടപടികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഏതാണ്ട് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് MLA-മാരടക്കം രാഷ്ട്രീയ നേതാക്കൾ 400ഓളം ആളുകളെ കാശു കൊടുത്ത് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ പ്രലോഭിപ്പിച്ചോ ഒക്കെ സ്വന്തം വരുതിയിലാക്കിക്കൊണ്ട് എല്ലാ കുതന്ത്രങ്ങളും പയറ്റുകയാണ് BJP അധികാരം. തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകേണ്ടത് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളാണ്. ഏതെങ്കിലും ഒരു പാർട്ടിയോ സ്ഥാനാർത്ഥിയോ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ എന്നും മിനി കെ ഫിലിപ്പ് ചോദിച്ചു. SUCA നിയോജക മണ്ഡലം കൺവീനർ PR സതീശൻ, PK ശശി, നന്ദനൻ വലിയപറമ്പ്, C ബാബു എന്നിവർ സംസാരിച്ചു. പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് 6-7 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പുത്തൻതോട് പാലത്തിന്റെ നിർമ്മാണം പാതിവഴിയിൽ നിർത്തിവെച്ചതിനെതിരെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് ഗ്രാമപഞ്ചായത്ത്. മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെയും ഉദ്യോഗസ്ഥരുടെയും കരാറുകാരന്റെയും അനാസ്ഥ മൂലമാണ് പാലം പണി മുടങ്ങിയതെന്നും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം കണക്കിലെടുത്താണ് കോടതിയെ സമീപിച്ചതെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കച്ചൻ വാഴച്ചിറ KCV ന്യൂസിനോട് പറഞ്ഞു. കേരള സർക്കാരിന്റെ മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ 2021 ഫെബ്രുവരിയിൽ ടെൻഡർ ചെയ്ത പുളിങ്കുന്ന് പുത്തൻതോട് പാലത്തിന്റെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചിട്ട് മാസങ്ങളായി. പാലം നിർമ്മാണത്തിനായി 2022 മാർച്ച് മുതൽ തോട്ടിൽ മുട്ടിട്ടിരിക്കുകയാണ്. ഇതോടെ നീരൊഴുക്ക് നിലച്ച് ജലം മലിനമായതിനാൽ പ്രദേശത്ത് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് പതിവായി. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ജലം ലഭിക്കാതെ പ്രദേശവാസികൾ ദുരിതം അനുഭവിക്കുന്ന വാർത്ത ഏപ്രിൽ 5-ന് KCV ന്യൂസ് സംപ്രേഷണം ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ ജലവിഭവ വകുപ്പിനെതിരെയും കോൺട്രാക്ടർക്കെതിരെയും ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും നിലവിൽ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ തങ്കച്ചൻ വാഴച്ചിറ, പഞ്ചായത്ത് സെക്രട്ടറി അഡ്വക്കേറ്റ് ആഷ്ലി നായർ എന്നിവരാണ് ഹർജിക്കാർ. ഉദ്യോഗസ്ഥരുടെയും കരാറുകാരന്റെയും അനാസ്ഥ മൂലമാണ് പാലം പണി മുടങ്ങിയതെന്ന് തങ്കച്ചൻ വാഴച്ചിറ KCV ന്യൂസിനോട് പറഞ്ഞു. പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് കിടക്കുന്ന പുത്തൻതോട് പാലം പണി നിർത്തിയിട്ട് മാസങ്ങളായി. ഈ പാലം പണി നിർത്തിയിട്ടതിനെക്കുറിച്ച് ബന്ധപ്പെട്ട അധികാരികളോട് പലതവണ പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് പാലം പണി എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിച്ച് പാലം പണി പൂർത്തീകരിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ പാലം പണിക്ക് വേണ്ടി തോടിൻ്റെ ഇരുകരകളിലും മുട്ടിട്ടിരിക്കുന്നതിന് ഈ തോട്ടിൽ കൂടിയുള്ള ജലഗതാഗതം തടസ്സപ്പെടുകയും നീരൊഴുക്കും തടസ്സപ്പെട്ടു. നീരൊഴുക്ക് തടസ്സപ്പെട്ടതോടുകൂടി ജലം മലിനമാകുകയും പരിസരവാസികൾക്ക് സാംക്രമിക രോഗങ്ങളും പിടിപെട്ടിരിക്കുകയാണ്. തീർത്തും ജലസേന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുടെയും കോൺട്രാക്ടറുടെയും അനാസ്ഥ മൂലമാണ് ഈ പാലം പണി ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നോ കോൺട്രാക്ടറുടെ ഭാഗത്തു നിന്നോ പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ആയതിന് പ്രകാരമാണ് പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ മെമ്പറായ ഞാനും പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് ആഷ്ലി നായരും ഹർജിക്കാരായി ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തത്. ജലവിഭവ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, ചീഫ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, കോൺട്രാക്ടർ എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. മന്ത്രി റോഷി അഗസ്റ്റിൻ, ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ, ചീഫ് ടെക്നിക്കൽ എക്സാമിനർ, ചെറുകിട ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടും അനുകൂല നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഹൈക്കോടതിയെ സമീപിച്ചതെന്നും തങ്കച്ചൻ വാഴച്ചിറ പറഞ്ഞു. തലവടി ചർച്ചാവേദിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളക്കിണർ ADUP സ്കൂളിൽ ഏകദിന സാഹിത്യ ക്യാമ്പ് സംഘടിപ്പിച്ചു. സംസ്ഥാനതല കഥ, കവിത പുരസ്കാര സമർപ്പണവും ഇതോടൊപ്പം നടത്തി. ശനിയാഴ്ച രാവിലെ 10-ന് സാഹിത്യ ക്യാമ്പിന്റെ ഉദ്ഘാടനം പ്രശസ്ത നാടകകൃത്ത് ഫ്രാൻസിസ് ടി മാവേലിക്കര നിർവഹിച്ചു. സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് എല്ലാവരും എഴുതുകയാണ്. കവികളെയൊന്നും തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ സോഷ്യൽ മീഡിയയിൽ ആർക്കും എന്തും എഴുതാവുന്ന ഒരു അവസ്ഥയിൽ എഴുത്തുകാരുടെ ഒരു ബഹളം സംഭവിക്കുന്നുണ്ട്. അത് സമൂഹത്തിന് അല്ലെങ്കിൽ സാംസ്കാരിക കേരളത്തിന് അല്ലെങ്കിൽ സാംസ്കാരിക ഭൂപടത്തിന് എന്ത് പ്രയോജനമാണ് എന്നൊക്കെ ആലോചിക്കേണ്ടത്. ഞാൻ നേരത്തെയായിട്ട് സംസാരിച്ചു തുടങ്ങി. ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഫ്രാൻസിൽ നോട്ടർദാം പള്ളി അടഞ്ഞുപോയി. വിപ്ലവാനന്തര ഫ്രാൻസിൽ പള്ളിയൊന്നും വേണ്ടെന്ന് തീരുമാനിക്കുകയും നോട്ടർദാം പള്ളി അടച്ചുകളയുകയും നോട്ടർദാം പള്ളി അന്നും ഇന്നും എന്നും ഫ്രാൻസിലെ ഏറ്റവും വലിയ പൈതൃക സ്മാരകം പോലെയുള്ള ആരാധനാലയം. ഇതടഞ്ഞു, ആ പള്ളിയിലേക്ക് ആരും പോകാതായി. ഇതാ ഫ്രാൻസിൽ മറ്റൊരു വിപ്ലവം അരങ്ങേറി. ഹഞ്ച് ബാക്ക് ഓഫ് നോട്ടർദാം
എന്നൊരു നോവലുണ്ടായി. ഉദ്ഘാടന യോഗത്തിൽ ചർച്ചാവേദി പ്രസിഡന്റ് പി വി രവീന്ദ്രനാഥ് അധ്യക്ഷനായിരുന്നു. പ്രശസ്ത കവി മുട്ടാർ സോമൻ സ്മാരക കവിതാ പുരസ്കാരം ബി ജോസുകുട്ടിക്കും ബി ആർ പ്രസാദ് സ്മാരക കഥാ പുരസ്കാരം ജീജ അനിരുദ്ധനും ചടങ്ങിൽ വിതരണം ചെയ്തു. പ്രശസ്ത നാടക സിനിമാ നടൻ പ്രമോദ് വെളിയനാടിന് സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് നൽകി. ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിൽ വെളിനാട് ഗ്രാമത്തിൽ ജനിച്ച സാധാരണക്കാരനായി ജീവിച്ച് ദലിതന്മാരെന്ന് ഇങ്ങനെ പിന്നെയും പറയുന്ന കാണുമ്പോൾ ഞാനെൻ്റെ ശരീരത്തിലേക്ക് നോക്കും. ഇല്ല, അങ്ങനെ നടക്കുകയല്ല എന്നൊക്കെ ചിന്തിച്ചു. അങ്ങനെ ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് പട്ടി നോക്കിയിരിക്കുമ്പോൾ നോക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതെല്ലാം എനിക്ക് കൗതുകം കൊണ്ടാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. അതേ തൊടാമോ ഇതേ തൊടാമോ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ദലിതന്മാർ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് സാറിൻ്റെ രചനയിൽ തന്നെ ആ നാടകങ്ങളിലൊക്കെ പ്രധാന കഥാപാത്രം എന്നെ നായകനാക്കി നാടകം ചെയ്യാൻ ധൈര്യം കാണിച്ച മലയാളത്തിൽ ഒറ്റയാളേ ഉള്ളൂ. അതാണ് എനിക്ക് പ്രാർത്ഥിക്കുന്നത്. 4 നാടകങ്ങളിൽ 5 നാടകങ്ങളിൽ സാറിൻ്റെ നായകനായി മോശമൊന്നുമില്ല. എല്ലാ 200 നാടകം 230 നാടകം 300 നാടകങ്ങളാണ്. എന്നെ എങ്ങനെ കച്ചവടം ചെയ്യണം, എന്നെ എന്ത് ചായം കൂട്ടി പൂശി എൻ്റെ വെളിയിലിറക്കണം എന്നുള്ള കാര്യം കൃത്യമായി അറിയാവുന്ന ആളാണ് എൻ്റെ സാർ. എൻ്റെ ജീവൻ ഞാൻ എപ്പോഴും പറയുന്നത് ചങ്കിനാഥാണ്. ഇത് പറയുന്നല്ല, എപ്പോഴും സാറിന് അറിയാവുന്ന കാര്യമാണ്. ഈ മാന്യമായി നോക്കുന്നതാകല്ലേ പോകുന്നതിന് മുമ്പ് അവിടെ ചെന്ന് അന്വേഷിച്ചിട്ട് അച്ഛനെ അവിടെ കൊണ്ട് ആർക്ക് നോക്കാതെ. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, ചർച്ചാവേദി സെക്രട്ടറി ആർ മോഹനൻ, ട്രഷറർ കെ പി കുഞ്ഞുമോൻ, കോർഡിനേറ്റർ വി ഡി വിനോദ് കുമാർ, സുഷമ സുധാകരൻ, അഭിലാഷ് മുട്ടാർ, മനുജ ചന്ദ്രൻ, എസ് ബി പ്രസാദ് എന്നിവർ സംസാരിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി കഥയരങ്ങും കവിയരങ്ങും സംഘടിപ്പിച്ചിരുന്നു. മുട്ടാർ സോമരാജ്, അനാമിക ഹരിപ്പാട് എന്നിവരായിരുന്നു മോഡറേറ്റർമാർ. ബി ആർ പ്രസാദിന്റെ പത്നി വിധു പ്രസാദും ചടങ്ങിൽ സന്നിഹിതയായിരുന്നു. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ കുട്ടനാട് താലൂക്ക് കൺവെൻഷൻ കൈനകരിയിൽ നടത്തി. അഴിമതി, അക്രമം, സ്വജനപക്ഷപാതം എന്നിവയ്ക്കെതിരെ പോരാടുന്ന പ്രസ്ഥാനമാണ് HRPM. ശനിയാഴ്ച രാവിലെ 10:30 കൈനകരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന കൺവെൻഷൻ HRPM നാഷണൽ പ്രസിഡന്റ് പ്രകാശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. നാഷണൽ രജിസ്ട്രാർ റിട്ടയർഡ് SP കെ കൈലാസ്നാഥിന്റെ അധ്യക്ഷതയിലായിരുന്നു പരിപാടി. 26ാമത്തെ വകുപ്പ് പ്രകാരം ഒരു ഹൈക്കോടതിയിലൂടെ അത് നേടിയെടുക്കാൻ കഴിയും. അവിടുത്തെ പൈസ ഇച്ചിരി കൂടുതലാണ്. കബീസിനൊക്കെ 12 ലക്ഷം രൂപ കൊടുക്കണം സുപ്രീം കോടതിയിലോട്ട് പോകണമെങ്കിൽ. നമ്മുടെ കേരള ഗവൺമെൻറ് എത്ര ലക്ഷമാണ് കൊടുത്തുകൊണ്ടിരിക്കണമെന്ന് അറിയാമോ? ഗവൺമെൻറ് ഒരു തെറ്റായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് തെറ്റായ ഒരു തീരുമാനമെടുത്താൽ ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിലേക്ക് ആളെ വിടുമ്പോഴേക്ക് 12-15 കോടിക്കണക്കിന് രൂപയാണ് പോകുന്നത്. മതേതരത്തെ പ്രസംഗിക്കും അല്ലേ? മതേതരം വേണം നമുക്ക്. ഒരു സെക്യുലർ സ്റ്റേറ്റാണ് ഈ സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മതത്തെ ഒരു ഗവൺമെൻറ് പ്രത്യേകം പ്രൊജക്റ്റ് വളർത്തിക്കൊണ്ട് വരേണ്ട ആവശ്യമില്ല. എല്ലാ മതത്തിനും തുല്യമായ ഒരു സ്ഥാനം വേണം അല്ലേ? എല്ലാ മതത്തെയും അത് ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള അവസരമുണ്ട് നമ്മുടെ ഭരണഘടനയിലാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ ലാർജസ്റ്റ് ആൻഡ് ലെങ്തിയസ്റ്റ് വൊളൂമിനസ് കോൺസ്റ്റിറ്റ്യൂഷൻ ദ വേൾഡ് ഹാസ് എവർ. ലോകം കണ്ടുള്ള ഏറ്റവും വലിയ ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന അല്ലേ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ ലാർജസ്റ്റ് ആൻഡ് ലെങ്തിയസ്റ്റ് ആൻഡ് വൊളൂമിനസ് കോൺസ്റ്റിറ്റ്യൂഷൻ ദ വേൾഡ് ഹാസ് എവർ സീൻ. യോഗത്തിൽ HRPM നാഷണൽ അഡ്വൈസറി ബോർഡ് മെമ്പർ റിട്ടയർഡ് ജഡ്ജ് ലംബോദരൻ വയലാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംഘടനാ ഭാരവാഹികളായ യോഹന്നാൻ തരകൻ, MVG നായർ, രാജ്മോഹൻ മാമ്പ്ര, റോയി വി നാഗേന്ദ്രൻ, ഐസക് തോമസ് എന്നിവർ സംസാരിച്ചു. കേരളം വിഷുപ്പുലരിയിലേക്ക് കണി കണ്ടുണരാൻ കാത്തിരിക്കുകയായി ഏവരും. നാടും നഗരവും ആഹ്ലാദത്തിൽ. വരാൻ പോകുന്ന ഒരു വർഷത്തിൻ്റെ പ്രതീകമാണ് വിഷു. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. കാർഷിക ഉത്സവമായും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആരാധനയുമായും വിഷുവിനെ ബന്ധപ്പെടുത്തുന്നുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരനെ നിഗ്രഹിച്ച ദിനമാണ് വിഷു എന്നാണ് വിശ്വാസം. വരാൻ പോകുന്ന ഒരു വർഷത്തെ വിഷു സൂചിപ്പിക്കുന്നു എന്ന വിശ്വാസമുള്ളതിനാൽ വിഷുക്കണിയും വിഷു കൈനീട്ടവും ആഘോഷത്തിൽ പ്രധാനമാണ്. അരിയും നെല്ലും പാതി നിറച്ച ഊട്ടുരുളിയിൽ അലക്കിയ മുണ്ടും പൊന്നും വാൽക്കണ്ണാടിയും കണിവെള്ളരിയും കണിക്കൊന്നയും മറ്റും നിറച്ചുവെച്ച്
കിഴക്കോട്ട് തിരികിട്ട് കത്തിച്ച നിലവിളക്കും ശ്രീകൃഷ്ണന്റെ വിഗ്രഹവും വച്ചാണ് വിഷുക്കണി ഒരുക്കുന്നത്. വീടുകളിലെ മുതിർന്ന സ്ത്രീകൾക്കാണ് കണി ഒരുക്കുന്നതിന്റെ ചുമതല. കണി ഒരുക്കുന്നവർ വീട്ടിലെ മറ്റുള്ളവരെ അതിപുലർച്ചെ വിളിച്ചുണർത്തി കണ്ണുപൊത്തി കൊണ്ടുവന്ന് കണി കാണിക്കും. കണി കണ്ടുകഴിഞ്ഞാൽ ഗൃഹനാഥൻ കുടുംബാംഗങ്ങൾക്ക് കൈനീട്ടം നൽകുകയായി. വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധി, ഐശ്വര്യം എന്നിവ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് കൈനീട്ടമായി പണം നൽകുന്നത്. വിഷു എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ഓടിയെത്തും കണിക്കൊന്നയും കണിവെള്ളരിയും. വിഷുനാളുകളിൽ പൂത്തുലഞ്ഞ് സ്വർണ്ണവർണ്ണം പടർത്തിയാണ് കണിക്കൊന്നയുടെ നിൽപ്പ്. വിഷുക്കാലത്ത് കണിവെള്ളരിയുടെ വിളവെടുപ്പും പ്രസിദ്ധമാണ്. വിഷുനാളുകളിൽ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ വിപണികൾ സജീവമാകുന്നതും ഒരു പ്രത്യേകത തന്നെ. ഏവർക്കും KCV ന്യൂസിന്റെ വിഷുദിനാശംസകൾ. വിഷുപ്പുലരിയിലേക്ക് നാടുണരുമ്പോൾ ക്ഷേത്രങ്ങളിലും കണിയൊരുക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. തൃക്കൊടിത്താനം മഹാക്ഷേത്രത്തിൽ വിഷുദിനത്തിൽ മാമ്പഴ പുളിശ്ശേരി നിവേദ്യം നടത്തും. വർഷങ്ങളായി പൈതൃകവും പാരമ്പര്യവും നിലനിർത്തിപ്പോരുന്ന ചടങ്ങാണ് തൃക്കൊടിത്താനം തേവർക്ക് വിഷുദിനത്തിൽ മാമ്പഴ പുളിശ്ശേരി നിവേദ്യം നൽകുക എന്നത്. ദേവപ്രശ്ന വിധിപ്രകാരമാണ് ഈ ചടങ്ങ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിൽ ആരംഭിച്ചത്. വിഷുവിന്റെ തലേന്ന് ഭക്തരുടെ വഴിപാടായി കുട്ടനാട്ടിൽ നിന്നും നാടൻ മാമ്പഴം ക്ഷേത്രത്തിൽ എത്തിച്ചേരും. സദ്യവട്ട ഒരുക്കുന്നതിനും കണി കാണുന്നതിനുമുള്ള മറ്റു പച്ചക്കറികളും വഴിപാടായി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. വിഷുദിനത്തിൽ രാവിലെയുള്ള പൂജകൾക്ക് ശേഷം ദേവന് മാമ്പഴ പുളിശ്ശേരി നിവേദ്യമായി അർപ്പിക്കും. ശേഷം ഭക്തർക്ക് സദ്യയോടുകൂടി മാമ്പഴ പുളിശ്ശേരി വിളമ്പും. ശുദ്ധമായ മഞ്ഞളും തേങ്ങ അരപ്പും മാത്രമാണ് മാമ്പഴ പുളിശ്ശേരിയിൽ ചേർക്കുക എന്നതും പ്രത്യേകതയാണ്. മേൽശാന്തി ഈശ്വരൻ ശർമ്മയുടെയും കീഴ്ശാന്തി ശ്രീജിത്ത് നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് മാമ്പഴ പുളിശ്ശേരി പാകപ്പെടുത്തിയെടുക്കുന്നത്. വിഷുദിനത്തിൽ കുറഞ്ഞത് 1000 പേരെങ്കിലും ക്ഷേത്രത്തിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്രത്തിനുള്ളിലെ വൈഷ്ണവം ഗോശാലയിലെ ഗോക്കൾക്കും കൈനീട്ടം നൽകാൻ ഭക്തർക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. ഗോക്കൾക്ക് ആവശ്യമായ ധാന്യങ്ങളും ആഹാരവും കൈനീട്ടമായി സംഭാവന ചെയ്യുന്നതിനുള്ള അവസരമാണ് ഒരുങ്ങിയിരിക്കുന്നത്. വിഷുദിനത്തിൽ ആരംഭിക്കുന്ന കൈനീട്ടം 23 വരെ നടത്തും. 5 പശുക്കളും 1 കിടാവുമാണ് വൈഷ്ണവം ഗോശാലയിലുള്ളത്. ഇടിമിന്നലിൽ വീടിന് നാശനഷ്ടം. കടപ്ര പഞ്ചായത്ത് 7-ാം വാർഡ് പരുമല വടക്കേ മടുക്ക വീട്ടിൽ ജയകുമാറിന്റെ വീടിനാണ് വെള്ളിയാഴ്ച വൈകുന്നേരമുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ നാശനഷ്ടം സംഭവിച്ചത്. വെള്ളിയാഴ്ച വൈകുന്നേരമുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ വീടിന്റെ ഭിത്തികളുടെ കോൺക്രീറ്റ് പൊട്ടിത്തെറിച്ച നിലയിലാണ്. KSEBയുടെ വൈദ്യുത മീറ്ററും പൊട്ടിത്തെറിച്ചു. വൈദ്യുതി ഉപകരണങ്ങളെല്ലാം തകരാറിലായി. വീടിന്റെ ഇലക്ട്രിക് വയറിംഗ് മുഴുവൻ കത്തി നശിച്ചിട്ടുണ്ട്. ഭിത്തിയിലെ സിമന്റ് പാളികൾ പൊട്ടിത്തെറിച്ചു. വീടിന്റെ ഭിത്തിക്കും വിള്ളലുണ്ടായി. 5 മണി കഴിഞ്ഞ ശേഷം വലിയ മഴയ്ക്ക് ശേഷം ഒരു വലിയ ഇടി വെട്ടി. ഞാൻ പുറത്ത് നിൽക്കുമായിരുന്നു, മോളകത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പെരയ്ക്കകത്തുനിന്ന് തീയോളം എല്ലാം കൂടെ വരുന്നത് ഞാൻ കണ്ടുള്ളൂ. പിന്നെ എനിക്ക് അനക്കാൻ പറ്റില്ല, അത് കുറേ സമയം നിന്നു. അതിനുശേഷം ഓടി പെരയ്ക്കകത്ത് കയറി മോളെ നോക്കിയപ്പോഴാണ് മോളെ അനങ്ങാൻ നിൽക്കുന്നത്. പിന്നെ മോളെ വലിച്ചു പുറത്ത് കൂട്ടി. പിന്നെ ഞങ്ങൾക്കൊന്നും വിളിക്കാനൊന്നും പറ്റാതെ കുറേ 1 മണിക്കൂറോളം ഞങ്ങളിവിടെ നിന്നുപോയി. പിന്നെ എല്ലാവരും വന്നതും കണ്ടതൊക്കെ പെരയ്ക്കകത്ത് ഭിത്തിയെല്ലാം കൂടെ പൊട്ടി തെറിക്കുന്നത് ഞാൻ മുറ്റത്ത് നിന്ന് കാണുന്നുണ്ട്. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റി. വയറിങ് എല്ലാം പോയി. പിന്നെ TV, ഫ്രിഡ്ജും എല്ലാ സാധനങ്ങളും, മോട്ടർ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും പോയി. പിന്നെ ഭിത്തിയെല്ലാം പൊട്ടിപ്പോയി. അതിനകത്തെ ഷീറ്റ് പൊട്ടിയിട്ടുണ്ട്. പോർച്ചിലെ ഒരു തൂണ് പൊട്ടി മാറിയിട്ടുണ്ട്. ഇടിമിന്നലുണ്ടായ സമയം ജയകുമാറിന്റെ ഭാര്യ വീടിന്റെ പുറത്തും മകൾ വീട്ടിനുള്ളിലുമായിരുന്നു. വീടിനുള്ളിലുണ്ടായിരുന്ന മകൾ സ്നേഹയ്ക്ക് ഇടിമിന്നലിൽ വൈദ്യുതാഘാതമേറ്റെങ്കിലും പരിക്കുകളില്ല. തലനാരിഴയ്ക്കാണ് ഇരുവരും മിന്നലിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് ജയകുമാർ. ആലപ്പുഴ ലിയോ 13th ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഗ്രൗണ്ടിൽ സൗജന്യ അവധിക്കാല അമ്പെയ്ത്ത് ക്യാമ്പിന് തുടക്കമായി. ഫ്യൂച്ചർ ഒളിമ്പ്യൻസ് പ്രൊഫഷണൽ ആർച്ചറി ട്രെയിനിംഗ് അക്കാദമിയും ഫിസിക്കലി ചലഞ്ചഡ് ഓൾ സ്പോർട്സ് അസോസിയേഷൻ കേരളയും സംയുക്തമായാണ് പരിശീലനം നൽകുന്നത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് VG വിഷ്ണു നിർവഹിച്ചു. ഉദ്ഘാടന യോഗത്തിൽ ഫിസിക്കലി ചലഞ്ച്ഡ് ഓൾ സ്പോർട്സ് അസോസിയേഷൻ കേരളയുടെ സംസ്ഥാന പ്രസിഡന്റ് AM കിഷോർ അധ്യക്ഷനായിരുന്നു. സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ സെബാസ്റ്റ്യൻ ശാസ്താംപറമ്പിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രിൻസിപ്പൽ മിനി ജോസഫ്, വൈസ് പ്രിൻസിപ്പൽ റേച്ചൽ PG, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ സെബാസ്റ്റ്യൻ, അസിസ്റ്റന്റ് കോച്ച് കൃപാഭായി എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ 2ാമത്തെ ക്യാമ്പ് കായംകുളം കാപ്പിൽ ഏപ്രിൽ 17 ആരംഭിക്കും. മെയ് 20 വരെ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ 11:30 വരെയാണ് ആലപ്പുഴയിൽ ക്യാമ്പ്. പുളിങ്കുന്ന് കണ്ണാടി കിഴക്ക് ശ്രീ ശിവഗിരീശ്വര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മീനം രോഹിണി മഹോത്സവത്തിന് സമാപനമായി. ഏപ്രിൽ 12 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് നടന്ന തിരുവാറാട്ട് ദർശിക്കാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നത്.
തിരുവുത്സവം സമാപന ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 9:30 കലശപൂജ, കലശാഭിഷേകം, ഉച്ചയ്ക്ക് 1 പ്രസാദമൂട്ട് എന്നിവ നടന്നു. ഉച്ചകഴിഞ്ഞ് 2:20 3 മധ്യേയായിരുന്നു ആറാട്ട് പുറപ്പാട്. തിരുവുത്സവത്തിന് സമാപനം കുറിച്ച് രാത്രി 7:40 8 മധ്യേ കൊടിയിറങ്ങി. തുടർന്ന് ദീപാരാധന, ദീപക്കാഴ്ച, മംഗളാരതി, വലിയ കാണിക്ക എന്നീ ചടങ്ങുകൾ നടന്നു. ഉത്സവാഘോഷ ചടങ്ങുകൾക്ക് SNDP യോഗം 2349 നമ്പർ ശാഖാ പ്രസിഡന്റ് MR സജീവ്, വൈസ് പ്രസിഡന്റ് PK മണിയൻ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മീനം രോഹിണി മഹോത്സവത്തിന്റെ 5ാം ദിവസമായ വ്യാഴാഴ്ച ബാലജനയോഗം കുട്ടികളുടെയും കുടുംബയോഗ യൂണിറ്റിന്റെയും ഇഷ ഡാൻസ് ഗ്രൂപ്പിന്റെയും നേതൃത്വത്തിൽ അവതരിപ്പിച്ച കലാപരിപാടികൾ ശ്രദ്ധേയമായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ചങ്ങങ്കരി മേജർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ശനിയാഴ്ച കൊടികയറി. പകൽ 10:35 11 മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിലായിരുന്നു തൃക്കൊടിയേറ്റ്. തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ പുതുമന മധുസൂദനൻ നമ്പൂതിരി തൃക്കൊടിയേറ്റിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശാന്തിമാരായ ബിനു ശങ്കരനാരായണൻ പോറ്റി, രാഹുൽ രതീഷ് കൊടുപ്പുന്ന എന്നിവർ സഹകാർമ്മികരായി. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PB ഗിരീഷ് കുമാർ പഴയമഠം, സെക്രട്ടറി സുനിൽകുമാർ കോലത്ത്, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഏപ്രിൽ 20 ശനിയാഴ്ച ആറാട്ടോടെ തിരുവുത്സവം സമാപിക്കും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6650 രൂപ, പവന് 53,200 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.